അധ്യാത്മരാമായണം അയോധ്യാകാന്ഡം രാമ സീതാ തത്വം. രാമനെ ചിന്തിച്ചു ദുഃഖിയായി കാരുമേ, കോമളഗാത്രിയാം ജാനകി മൂലവും തത്വമായുള്ളതു ചൊല്ലുന്നതുണ്ടു ഞാൻ, ചിത്തം തെളിഞ്ഞു കേട്ടിടുവീനേവരും. രാമനാകുന്നത് സാക്ഷാൽ മഹാവിഷ്ണു, താമര സാക്ഷനായാദിനാരായണൻ. ലക്ഷ്മണനായതാനന്ദൻ ജനകജ, ലക്ഷ്മി ഭഗവതി ലോകമായ പരാ. മായാഗുണങ്ങളെ താനവലംബിച്ച് കായഭേദം ധരിക്കുന്നിതാത്മാപരൻ. രാജസമായ ഗുണത്തോടു കൂടവേ രാജീവ സംഭവനായി പ്രപഞ്ചദ്വയം വ്യക്തമായി സൃഷ്ടിച്ചു സത്വപ്രധാനനായി. ഭക്തപരായണൻ വിഷ്ണുരൂപം പൂണ്ട് നിത്യവും രക്ഷിച്ചു കൊള്ളുന്നതീശ്വര. ആദ്യജം പരമാത്മാവു സാദരം. രുദ്രവേഷത്താൽ തമോ ഗുണയുക്തനായി അദ്രിജാവല്ലഭൻ സംഹരിക്കുന്നതും, വൈവസ്വത മനുഭക്തി പ്രസന്നനായി ദേവൻ മകാരാവതാരമനുഷ്ഠിച്ച് വേദങ്ങളെല്ലാം ഹയഗ്രീവനെ കൊന്ന് വേദാവിനാക്കി കൊടുത്തതീ രാഘവൻ. പാഥോനിധിമഥനെ പണ്ടു മന്ദരം പാതാളലോകം പ്രവേശിച്ചതു നേരം. നിഷ്ഠുരമായൊരു കൂർമാകൃതി പൂണ്ട് പൃഷ്ഠേ ഗിരീന്ദ്രം ധരിച്ചതീ രാഘവൻ. ദുഷ്ടനായൊരു ഹിരണ്യാക്ഷനെ കൊന്ന് സൃഷ്ടിയായി തേറ്റമേൽ ചോണിയെ പൊങ്ങിച്ച് കാരണവാരിധി തന്നിൽ കളിച്ചതും കാരണപുരുഷനാകുമീ രാഘവൻ. നിർഘാതമോടു നരസിംഹരൂപമായി പ്രഹ്ലാദനെ പരിപാലിച്ചു കൊള്ളുവാൻ. ക്രൂരങ്ങളായ നഖരങ്ങളെ കൊണ്ട് ഘോരനായോരു ഹിരണ്യകശിപുതൻ വക്ഷേ പ്രദേശം പ്രപാടനം ചെയ്തതും രക്ഷാചതൂരനാം ലക്ഷ്മീവരനിവൻ. പുത്രലാഭാർത്ഥമതിഥിയും ഭക്തി പൂണ്ടർത്ഥിച്ചു സാദരം അർച്ചിക്ക കാരണം. എത്രയും കാരുണ്യമോടവൾ തന്നെ പുത്രനായി ഇന്ദ്രാനുജാനായി പിറന്നതി. ഭക്തനായോരു മഹാബലിയോടു ചെന്ന് അർത്ഥിച്ചു മൂന്നടിയാക്കി ജഗത്രയം. സത്വരം വാങ്ങി മരുത്വാനു നൽകിയ ഭക്തപ്രിയനാം ത്രിവിക്രമനുവൻ. ധാത്രീസുരന്വേഷികളായി ജനിച്ചോരു ധാത്രീപതി കുലനാശം വരുത്തുവാൻ. ധാത്രിയിൽ ഭാർഗവനായി പിറന്നതും ധാത്രീവരനായ രാഘവനാവിമൻ. ധാത്രിയിലിപ്പോൾ ദശരഥപുത്രനായി ധാത്രീസുതാവരനായി പിറന്നീടിനാൻ. രാത്രിഞ്ചരകുലമൊക്കെ നശിപ്പിച്ച് ധാത്രിഭാരം തീർത്തു ധർമ്മത്തെ രക്ഷിപ്പാൻ. ആദ്യനജൻ പരമാത്മാ പരാപരൻ, വേദ്യനല്ലാതെ വേദാന്ത്യവേദ്യൻ പരൻ. നാരായണൻ പുരുഷോത്തമൻ അവ്യയൻ, കാരണമാനുഷൻ രാമൻ മനോഹരൻ. രാവണ നിഗ്രഹാർത്ഥം വിപീനത്തിനു ദേവഹിതാർത്ഥം ഗമിക്കുന്നിരുന്നതിൻ. കാരണം മന്ധരയല്ല കൈകേകിയെല്ലാരും ഭ്രമിക്കായിക രാജാവുമല്ലല്ലോ. വിഷ്ണു ഭഗവാൻ ജഗന്മയൻ ബാധവൻ, വിഷ്ണു മഹാമായ ദേവി ജനകജ. സൃഷ്ടിസ്ഥിതിലയകാരിണി തന്നോടും പുഷ്ടപ്രമോദം പുറപ്പെട്ടതിന്നിപ്പോൾ. ഇന്നലെ നാരദൻ വന്നു ചൊന്നാനവൻ തന്നോട് രാഘവൻ താനുമരുൾ ചെയ്തു. നക്തഞ്ചരാന്വയ നിഗ്രഹത്തിനു ഞാൻ വ്യക്തം വനത്തിനു നാളെ പുറപ്പെടും എന്നതു മൂലം ഗമിക്കുന്നു രാഘവ. ഇന്നു വിഷാദം കളവിനെല്ലാവരും.
രാമനെ ചിന്തിച്ചു ദുഃഖിയായി കാരുമേ. രാമരാമേതി ജപിപ്പനെല്ലാവരും നിത്യവും രാമരാമേതി ജപിക്കുന്ന മർത്യനു മൃത്യുഭയാദികളൊന്നുമേ സിദ്ധിക്കയില്ലിതേ ഇല്ല കൈവല്യവും സിദ്ധിക്കുമേവനുമെന്നതൂ നിർണയം. ദുഃഖസൗഖ്യാദി വികൽപ്പങ്ങളില്ലാതെ നിഷ്കളൻ നിർഗുണനാത്മാരഹുത്തമൻ ന്യൂനാതിരേക വിഹീനൻ നിരഞ്ജനൻ ആനന്ദപൂർണൻ അനന്തൻ അനാകുലൻ. അങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തിൽ എങ്ങനെ ദുഃഖാദി സംഭവിച്ചിടുന്നു? ഭക്തജനാനാം ഭജനാർത്ഥമായി വന്ന ഭക്തപ്രിയൻ പിറന്നീടിനാൻ ഭൂപതേ. ഭക്തജനാനാം ഭജനാർത്ഥമായി വന്ന ഭക്തപ്രിയൻ പിറന്നീടിനാൻ ഭൂതലേ. രാമനും സീതയും കാട്ടിൽ പോകുന്നു എന്നത് തന്നെയാണല്ലോ ആളുകളുടെ സങ്കടത്തിന് ഹേതു. അവരെക്കുറിച്ച് ദുഃഖിക്കേണ്ടതില്ല എന്ന് വാമദേവൻ ഉറപ്പു കൊടുക്കുകയാണ്. അവരുടെ തത്വം ഞാൻ പറയാം, എല്ലാവരും തെളിഞ്ഞു കേട്ടാലും. രാമൻ സാക്ഷാൽ മഹാവിഷ്ണുവാണ്, ലക്ഷ്മണൻ അനന്തൻ, സീത മായാഗുണം അവലംബിച്ചവൾ എന്നൊക്കെ അവതരിപ്പിച്ചിരിക്കുന്നു. വൈഷ്ണവ ഭക്തിയുടെ കാവ്യമാണ് അധ്യാത്മരാമായണം എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങളാണ് ഈ പാരായണത്തിന് ഉള്ളത്.